പ്രിയ കലാസ്നേഹികളെ, ലോകജനതയെ ആകമാനം നടുക്കി ജാതി മത വർഗവർണ്ണ ദേശാന്തരങ്ങളില്ലാതെ നിസ്സഹായതയും ഭീതിയും പടർത്തി ലോകമഹായുദ്ധങ്ങളെക്കാൾ എത്രയോ ഭീകരമായി മൃത്യു സംഹാരതാണ്ഡവമാടിയ മഹാമാരിക്കാലത്തെ ആസ്പദമാക്കി ഓക്സ്ഫോർഡ് നാടകവേദി വിനയപുരസ്സരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ലഘുനാടകാവിഷ്കാരം 2019. നാടകരചന മനു മാളിയേക്കൽ. സംവിധാനം പ്രമോദ് കുമരകം. അരങ്ങിൽ രാജീവ് വൈക്കം, ആൻഡോസ് തോമസ്, ആയുഷ് ലിജു, അതുൽ ലിജു, ഡാനിയൽ സ്റ്റീഫൻ, ഇഷാന ദിലീഫ് ആൻഡ് പ്രമോദ് കുമരകം. ശബ്ദസങ്കലനം റജിൻ ഓക്സ്ഫോർഡ്. നിങ്ങളേവരുടെയും അനുഗ്രഹാശിസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഓക്സ്ഫോർഡ് നാടകവേദി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു 2019. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരളത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്നു. ലോക്ക്ഡൌൺ നീട്ടിയേക്കുമെന്ന് മന്ത്രി. എല്ലാ ജനങ്ങളും വീട്ടിൽ തുടരാൻ നിർദ്ദേശം. എയർപോർട്ടുകളും റെയിൽവേ സ്റ്റേഷനുകളും നാളെ മുതൽ നിശ്ചലമായേക്കാം. ഇനിയുള്ള ദിവസങ്ങൾ നിർണായകം. അമ്മേ ദേവി മഹാമായേ, കൃഷ്ണ ഗുരുവായൂരപ്പ, ഈ മഹാമാരിയിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണേ. ഈ കഷ്ടതയിൽ നിന്നൊരു മോചനം ലഭിച്ചാൽ 101 ശയനപ്രദക്ഷിണവും ആവുന്ന വഴിപാടുകളുമൊക്കെ നടത്തിയേക്കാവേ. എന്നെ അനുഗ്രഹിക്കണേ കൃഷ്ണ ഭഗവാനെ. കർത്താവേ, എന്നിൽ കൃപാകടാക്ഷം ചൊരിയണമേ. ഈ മാറാവ്യാധിയിൽ നിന്നും എന്നെയും കുടുംബത്തെയും കാത്തോളണമേ. കർത്താവേ, കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. തിന്മയിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. റബ്ബിലാലമീനായ തമ്പുരാനെ, ഈ ദുനിയാവിന് പിടിപെട്ട ദീനത്തിൽ നിന്ന് ഞമ്മളെയും ഞമ്മടെ കുടുംബത്തെയും ഇച്ച് കാത്തോണേ എന്റെ റബ്ബേ. അല്ലാ, ദൈവത്തെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് കാണുന്ന വിഡ്ഢികളെ, പ്രാർത്ഥനയും വഴിപാടുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനു മുമ്പിൽ നിരത്തിയില്ലേ? എന്താ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ഓരോരുത്തരുടെയും ദൈവത്തിന്റെ ചെവിയിൽ എത്തിയില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖം കാണുന്ന ദൈവം എന്തേ വന്നില്ല? ഈ ദുരന്തത്തെ തുടച്ചു മാറ്റാൻ ലക്ഷക്കണക്കിന് രൂപയുടെ വഴിപാടുകൾ നേർന്നിട്ടും എന്തേ ദൈവം കണ്ണ് തുറന്നില്ലേ? പടച്ചോട് തിരക്കാത്ത വർത്താനം പറയരുത്. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ പറയാൻ താൻ ആരാ? ഞാൻ ആരും ആയിക്കൊള്ളട്ടെ. ഹേ, അന്ധവിശ്വാസത്തിന്റെ തീഷ്ണതയിൽ ബുദ്ധി മരവിച്ച മനുഷ്യവർഗമേ, ഭൂമിയിലെ ദുരന്തങ്ങൾ നമ്മുടെ ഇടയിൽ പേമാരി പോലെ വന്നു പോകുമ്പോഴും ജാതിയും മതവും വേർതിരിച്ച് കണ്ട് അവനവന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ എല്ലാ വർഗീയ ചിന്തകളും മറന്ന് മനുഷ്യൻ ഭൂമിയിലെ വിലയില്ലാത്ത കൃമിയാണെന്ന ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഏകദൈവത്തിൽ ഒരു മനസ്സോടെ ഒന്നായി വിളിക്കുവിൻ, അപേക്ഷിക്കുവിൻ. ആ പ്രപഞ്ചശക്തി
നമ്മുടെ അപേക്ഷ കേൾക്കാതിരിക്കില്ല. അതെ, അദ്ദേഹം പറഞ്ഞത് ശരിയാ. ഞങ്ങൾക്ക് 33 കോടി ദൈവങ്ങളുണ്ട്. ആ പരാശക്തിയെ വിളിക്കാം, ആ ഓങ്കാരപ്പൊരുളിനെ തന്നെ വിളിച്ചപേക്ഷിക്കാം. എന്തിന്? കോടിക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി ഗാഗുൽത്താമലയിൽ കുരിശിലേറ്റപ്പെട്ട ക്രിസ്തുദേവനെ വിളിക്കാം. ഇത് രണ്ടും വേണ്ട. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമായ അള്ളാഹുവിനെ വിളിക്കാം. അല്ലാ പടച്ചോനെ കാത്തോളണേ റബ്ബേ, റബ്ബിലാലമീനായ തമ്പുരാനെ, അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അല്ലാ പടച്ചോനെ കാത്തോളണേ. വിഡ്ഢികളെ, ഞാൻ കൃഷ്ണനല്ല, ക്രിസ്തുവോ നബിയോ അല്ല. ഈ കാണുന്ന മനുഷ്യകുലങ്ങൾ എന്നെ വിളിക്കുന്ന പേരുകൾ എനിക്ക് സ്വന്തവുമല്ല. പിന്നെ അങ്ങ് ആരാണ്? ഇത് ഞാനാണ്, നീയൊക്കെ പല പേരുകളിൽ വിളിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. ഉറുമ്പ് മുതൽ നീ ഉൾപ്പെടുന്ന മനുഷ്യവർഗത്തെ വരെ സൃഷ്ടിച്ച ദൈവം. നീയൊക്കെ വെട്ടിക്കേറി മലീമസമാക്കുന്ന വായു, മണ്ണ്, ജലം. എന്തിനാ? ഈ സർവചരാചരങ്ങളുടെയും നാഥൻ, പ്രപഞ്ച ശക്തി, ഏകദൈവം. ദൈവമേ, അങ്ങ് വന്നത് നന്നായി. രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. ദൈവമേ, ഈ മഹാമാരിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഹേ മനുഷ്യ, അല്ല, ഈ ഭൂമിയിലെ എന്റെ സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടമായ ജീവി, സഹജീവി സ്നേഹം പോലും മഞ്ഞം നിന്ന കൃമി. സ്നേഹം, കരുണ, ദയ എന്നീ വാക്കുകൾ നിഘണ്ടുവിൽ മാത്രം ഒളിപ്പിച്ച പാഴ് ജന്മമേ, ഉണരൂ, നിന്റെ അന്ധതയിൽ നിന്നും ഉണരൂ. പേമാരി മുതൽ പ്രളയം വരെ നിനക്കൊക്കെ നൽകിയിട്ടും നീ പഠിച്ചില്ല. ശരിയാണ്, മനുഷ്യകുലം ഒന്നടങ്കം മരിച്ചു വീഴുന്നു. ലോകരാജ്യങ്ങളെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിൽ. ശാസ്ത്രം പോലും നിലനിൽപ്പിനായി പൊരുതുന്നു. വൈറസ് വ്യാപനം മൂലം മനുഷ്യരാശി തന്നെ ഇല്ലാതാവുന്നു. ഈ കഷ്ടതയിൽ നിന്നും കരകയറാൻ ഞങ്ങളെ സഹായിക്കണം. ഹേയ്, എല്ലാം തികഞ്ഞവനെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യന് എന്തിനാണ് എന്റെ സഹായം? ബുദ്ധി വേണ്ടുവോളം തന്ന് നിന്നെയൊക്കെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ട് പ്രപഞ്ചത്തിനും പ്രകൃതിക്കും എതിരായി നീ പ്രവർത്തിച്ചു. മഹത്തരമെന്ന് നീ ഉദ്ഘോഷിക്കുന്ന നിന്റെ കണ്ടുപിടുത്തങ്ങൾ. പക്ഷേ വൈദ്യശാസ്ത്രം പോലും വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ രോഗഭീതിയിൽ എണ്ണമറ്റ ജീവനുകൾ
ബലി കൊടുക്കേണ്ടി വന്നില്ലേ? ദൈവമേ, ഞാൻ മനസ്സിലാക്കുന്നു എന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം മനുഷ്യൻ മുതലെടുത്ത് അലസന്മാരും മടിയന്മാരുമായി മാറിയിരിക്കുന്നു. ഈ ഹലാക്കിന്ന് നമ്മളെ ഒന്ന് രക്ഷിക്ക്. നിന്റെ സമൂഹത്തിൽ എത്രയെത്ര രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, എത്രയോ ആൾ ദൈവങ്ങൾ. അവരോട് പറ നിന്നെയൊക്കെ രക്ഷിക്കാൻ. പരസ്പരം വെറിയോടെ വെട്ടിക്കൊന്നും കുതികാൽ വെട്ടിയും അധികാരം കൈയാളാനുള്ള വ്യഗ്രതയിൽ അവർ മനുഷ്യത്വം മറക്കുന്നു. ദൈവമേ, മനുഷ്യരാശിയുടെ തെറ്റുകൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. തെറ്റുകൾ ഒരു കൂമ്പാരം പോലെ ശരീരത്തിനും മനസ്സിനും വല്ലാതെ ഭാരം നൽകുമ്പോൾ ജാതിയും മതവും നിറവും മറന്ന് ഏകശക്തിയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഈ പ്രപഞ്ചശക്തിയിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. തെറ്റുകൾ തിരുത്തി പശ്ചാത്തപിക്കാൻ ഞങ്ങൾക്കൊരവസരം നൽകണം. ഹേ മനുഷ്യ, എല്ലാം നേടിക്കഴിയുമ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ നീ പഴയ പോലെ വെട്ടാനും കുത്താനും വെട്ടിപ്പിടിക്കാനും ഒക്കെ ഇറങ്ങും. നിങ്ങൾ സ്വയം ഓന്തുകളാകും. നിങ്ങളുടെ നിറം മാറും. അതിനു മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നീ അടങ്ങുന്ന മനുഷ്യവർഗത്തോട് എനിക്ക് പറയണം. അങ്ങ് പറയുന്ന ഓരോ വാക്കുകളും നമ്മളുടെ കൽബിലും മുള്ളുകൾ പോലെ തറക്കട്ടെ. ആ വാക്കുകൾ ഒരിക്കലും മറക്കാതിരിക്കാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കുവിൻ. ഇനിയെങ്കിലും മനുഷ്യൻ എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങൾക്കൊരവസരം കൂടി തരണേ. ഈ വൈറസ് ഒരു മാറാ രോഗം പോലെ പടർന്നപ്പോൾ മദ്യശാലകളും ആത്മീയ തട്ടിപ്പുകളും നാടുനീങ്ങി. വർഗീയ കലാപങ്ങളോ ജാതി ചിന്തകളോ ഇല്ലാതായി. അങ്ങനെ മനുഷ്യകുലത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മറ്റു വ്യാധികൾ പലതും ഓടി പറഞ്ഞു. മറിച്ച് മനുഷ്യർ പരസ്പരം സ്നേഹിക്കാൻ പഠിക്കുന്നു. ഭക്ഷണം കൈമാറുന്നു. ഉള്ളവൻ ഇല്ലാത്തവന് നൽകുന്നു. എല്ലാവരും ഉള്ളതുകൊണ്ട് ജീവിക്കാൻ പഠിക്കുന്നു. വെറും പച്ച മനുഷ്യനായി ജീവിക്കാൻ നിനക്ക് കഴിയുമെന്ന് നിന്നെ പഠിപ്പിക്കാൻ പ്രകൃതി ഒരുക്കിയ പാഠമാണ് ഈ ദുരന്തം. ദൈവമേ, ഇത്രയും നാൾ അഹങ്കാരത്തോടെ പരസ്പരം കലഹിച്ചും വെട്ടിപ്പിടിച്ചും സമ്പാദിച്ചതൊക്കെയും ഇപ്പോൾ ജീവന് നിലനിർത്താൻ പോലും ആവാതെ ഞങ്ങൾ വലയുന്നു. വൈറസിനെ തുരത്താനുള്ള ഉപായം തേടിയുള്ള ഓരോ യാത്രയിലും ഉറ്റവരുടെ മൃതദേഹങ്ങൾ കാണേണ്ടി വന്നത് നമ്മളുടെ മനസ്സിനെ കുറച്ചൊന്നും അല്ല തളർത്തിയത്. അപ്പോഴും ഒരു ജീവനെങ്കിലും നിലനിർത്താൻ സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ച് രോഗികളുടെ ഇടയിലൂടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സേവനം, ഉച്ഛ്വാസവായുവിനെ പോലും ഭയപ്പെടുത്തുന്ന രോഗവ്യാപനത്തിൽ കൈയും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും, പൊതുനിരത്തുകളെ ശുദ്ധീകരിക്കുവാൻ നിയമപാലകർ നടത്തുന്ന ത്യാഗം, ഓരോ മനുഷ്യനും സ്വന്തം ജീവൻ പോലും വെല്ലുവിളിയായ ദുരന്തയാത്രയിൽ മുഖാവരണവും സാമൂഹ്യ അകലവും തുണയായപ്പോൾ ശരീരം കൊണ്ടവർ അകലം പാലിച്ചും മനസ്സുകൊണ്ടടുത്തും സ്നേഹം കൊണ്ടവർ ഒന്നായി. ഹേ മനുഷ്യ, മനുഷ്യന് മനസ്സുകൊണ്ടൊന്നാവാൻ പ്രകൃതി ഒരുക്കുന്ന ഇത്തരം ദുരന്തങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കണം. പ്രപഞ്ചനാഥന്റെ കൈകൾ ശോഷിച്ചിട്ടില്ല. കപടമോഹങ്ങളും സ്വാർത്ഥതയും വെടിഞ്ഞ് നിങ്ങൾ എന്ന് യഥാർത്ഥ മനുഷ്യരാകുന്നോ അന്ന് ഞാൻ ഇത്തരം മഹാമാരിയെ ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റും.
അതെ, ശരീരം കൊണ്ട് അകലം പാലിച്ചും മനസ്സുകൊണ്ടൊന്നായി ഈ ഇരുണ്ട കാലവും നമ്മൾ അതിജീവിക്കും.